വിചാരിക്കാം. ഇല്ലെങ്കിൽ നാളെ ബാക്കി വരുമല്ലോ, അപ്പം നമുക്ക് നോക്കാം. മിത്തുകളുടെ സാങ്കത്യവും ഏർപ്പാടുമെന്ത്? മിത്ത് എന്ന് പറയുന്നത് പൂർവരൂപങ്ങളാണ്. അതുകൊണ്ടാണ് അവ നമ്മെ ആകർഷിക്കുന്നത്. പൂർവരൂപങ്ങൾ. ആംഗലേയ ഭാഷ ഇതിനോട് അടുത്തു വരുന്ന ഒരു പദമുണ്ട്, ആർക്കിടൈപ്പ്. ആർക്കിടൈപ്പ്. ഓരോ കഥാപാത്രത്തിലും എൻ്റെ ഏതോ ഓർമ്മയുടെ ഒരു പൂർവ്വരൂപത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അവ പഠിക്കുമ്പോൾ ആ പൂർവ്വരൂപത്തെ എന്നിൽ ഉണർത്തുവാൻ മിത്തിന് വല്ലാത്ത കഴിവുണ്ട്. ഞാൻ എവിടെയോ മറന്നിട്ട് പോയ എൻ്റെ പൂർവ്വരൂപത്തെ കുന്തിയിലോ ഗാന്ധാരിയിലോ ധൃതരാഷ്ട്രനിലോ ദുശാസനിലോ ദുര്യോധനനിലോ യുധിഷ്ഠിരനിലോ ഭീമനിലോ അർജുനനിലോ കൃഷ്ണനിലോ ഒക്കെയായി സങ്കലിത രൂപത്തിൽ ഓരോ കാലത്തിൽ ഓരോ ദേശത്തിൽ ഓരോ പ്രത്യേകതകളിൽ ഞാൻ എന്നോ ജീവിച്ചിരുന്ന എൻ്റെ പൂർവസ്മരണകളുടെ തലങ്ങളിൽ നിന്ന് ഉണർന്നു വരുന്നു എന്ന് തോന്നുമ്പോൾ അന്ന് അനുഭൂതിയിലേക്ക് വരാത്ത കാര്യങ്ങളെ ഭാവനാതലങ്ങളിൽ പൂർത്തീകരിച്ച് മനസ്സിനെ ആ ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനും ഇന്നുള്ള എൻ്റെ ജീവിതത്തെ സമാധാനപൂർണവും സമ്പുഷ്ടവുമാക്കുവാനും മിത്തുകൾ ശക്തങ്ങളാണ്. അതാണ് മിത്തിൻ്റെ പ്രയോജനം. അതുകൊണ്ട് മിത്തിൻ്റെ പഠനം വളരെ നല്ലതാണ്. ശാസ്ത്രീയമായി പഠിച്ചാൽ അത്യുത്തമമാണ്. അത് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. കാരണം ചില കഥാപാത്രങ്ങളെ വായിക്കുമ്പോൾ അതിനോടൊരു താതാത്മ്യം ഉണ്ടാവും. കുട്ടിക്കൃഷ്ണമാരാർക്ക് കർണനോടൊരു താതാത്മ്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കർണനായിരുന്നു അദ്ദേഹം. ഒരുപാട് ദുര്യോധനന്മാരുടെ നിഴലായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ളതും പണ്ടുള്ളതുമായ ജീവിതത്തിൻ്റെ നിഴൽപ്പാടുകളുണ്ടാവും ഈ കഥാപാത്രങ്ങൾക്ക്. എപ്പോഴോ ഒരിക്കൽ അവയെ നമ്മൾ എവിടെയോ കണ്ടുമുട്ടിയതുപോലെ, നമ്മൾ എവിടെയോ കണ്ടു മറന്നതുപോലെ, എപ്പോഴോ നമ്മൾ തന്നെയാണ് അവരെന്ന് തോന്നുന്നത് പോലെ, ഏതോ ചുറ്റുപാടുകളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ. അതിന് മിത്ത് വളരെ പ്രയോജനമാണ്. അതാണ് അതിൻ്റെ സാങ്കത്യവും. വടക്കുള്ള വിദ്യാദാന പാരമ്പര്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ്? വടക്ക് എന്നുദ്ദേശിക്കുന്നത് വടക്കേ ഇന്ത്യയിലാണെങ്കിൽ കൈലാസാശ്രമമാണ് ഇപ്പോൾ ഉള്ള ഗുരുകുലങ്ങളിൽ ശ്രേഷ്ഠമെന്ന് വിചാരിക്കുന്നത്. അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ യോഗശാസ്ത്രം പഠിച്ചത്. രാജയോഗം അദ്ദേഹത്തിൻ്റെത്. പാതഞ്ജല യോഗസൂത്രത്തിൻ്റെ അദ്ദേഹം എഴുതിയ വ്യാഖ്യാനമൊക്കെ അവിടെ നിന്നുള്ള പഠിപ്പിൻ്റെ ഫലമാണ്. വളരെ പ്രാചീനമായ ഗുരുകുലമാണ്. ഇപ്പോഴും പഠന ഏർപ്പാടുകളുണ്ട്. അതിൽ നിന്നൊരു ശാഖ മലയാളികളായ ചില സ്വാമികമാർ അവിടുത്തെ ഒരു ആചാര്യനെ മുൻനിർത്തി ഹരിഹർ കൈലാസ് എന്ന പേരിൽ ഇപ്പോഴെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അതും വിദ്യാദാന പാരമ്പര്യത്തിൽ ശ്രേഷ്ഠമാണ്. പിന്നെ ഒരുപാട് ആശ്രമങ്ങൾ വരെ ഉണ്ട്. ഈ പറഞ്ഞ പോലാണ്, നിങ്ങളുടെ അന്ധക്കരണം ശുദ്ധവുമൊക്കെ ആണെങ്കിലേ പോകാവൂ. കാരണം എന്തിനും സൗകര്യമുള്ളതാണ് നോർത്ത് ഇന്ത്യയിലെ ആശ്രമങ്ങൾ. അതുപോലെ അടിച്ചു പൂസായി ഗംഗാതീരത്ത് കിടക്കാനും പഠിച്ചു വളരാനും ഏതു തരത്തിലും എത്താനും ഒക്കെ പറ്റിയവയാണ്. അതുകൊണ്ട് ഒന്നിനും കുറവ് വരില്ല എന്നുള്ളത് തീർച്ചയാണ്. ഏത് തലത്തിൽ പോകാനും കുറവ് വരില്ല. അത് അറിഞ്ഞു പോകുന്നതാണ് നല്ലത്. പക്ഷേ പ്രാചീന ഗുരുകുലങ്ങളിൽ ചിലയിടത്ത് നിങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും സ്വാമിമാരെയോ ആചാര്യന്മാരെയോ കണ്ട് ഉപനയനമൊക്കെ കഴിഞ്ഞു പോകുന്നതാണ് ഉത്തമം. ഇന്നും അതൊന്നുമില്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും നല്ലപോലെ പഠിച്ചെടുക്കാൻ കുറച്ച് പാടുവരും. അതിനെ ഭേദബുദ്ധിയെന്നോ മറ്റു പേരോ ഒക്കെ നമുക്കിപ്പം വിളിക്കാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ കണ്ട് ചോദിച്ചിട്ടൊക്കെ പോകണം. ഇവിടുത്തെ പോലെ തോന്നിയ പോലെ മൂത്രം ഒഴിക്കാനും തോന്നിയ പോലെ കക്കൂസിപ്പാനും ഒന്നും പറ്റില്ല. കക്കൂസിപ്പോയാൽ കുളിക്കണം.
അതൊക്കെ നോക്കാൻ അവിടെ ആളുണ്ടാവും ചിലപ്പോൾ ആദ്യം ചെല്ലുമ്പോഴേയൊക്കെ, പിന്നെ നോക്കൂല. അപ്പം ആദ്യത്തെ കുറച്ച് നാളെങ്കിലും നോക്കും. മലയാളിയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നോക്കും, കാരണം ഇവൻ സംസ്കാരമുള്ളവനാണോ എന്നറിയാൻ. ഒന്നും ഇല്ലെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഒരു പടയൊക്കെ കിട്ടിയെന്ന് വരികയും പിന്നെ അവിടെ നിൽക്കാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുകയാണ് നല്ലത്. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം മലയാളികളായ സ്വാമിജിമാരൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം, പ്രയാസമൊന്നും ഉണ്ടാവില്ല. അവിടെയും ഉണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞുതരാനോ സഹായിക്കാനോ ഒക്കെ ആളുണ്ടാവും. പിന്നെ അവിടെയും ഇപ്പം മലയാളികളൊക്കെ മഠാധിപതികളായാൽ അവിടെയൊക്കെ സായിപ്പിനൊന്നും ശൗചം ചെയ്യണമെന്നൊന്നുമില്ല, പേപ്പർ തന്നെ വെച്ചിട്ടുമുണ്ട് ഇപ്പോഴും. അതൊന്നും ബുദ്ധിമുട്ടില്ലാത്തവയും ഉണ്ട്. കാരണം അവർ ജന്മന ശുചിയായതുകൊണ്ടായിരിക്കും. സ്വാമി വിവേകാനന്ദൻ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ തമാശ പറഞ്ഞത്. ശൗചഹീനൻ, ജഡവാദി, ജഡാവലംബി എന്നൊക്കെയാണ് സ്വാമി വിളിച്ചത്. പച്ചയ്ക്ക് അവനെ മുഖത്ത് നോക്കി. സ്വാമിജിക്ക് അതിന് പേടിയുണ്ടായിരുന്നില്ല. അങ്ങനെയല്ല ഇപ്പോൾ പല സ്ഥലങ്ങളും. അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പോകാവുന്നതാണ്. ദക്ഷിണാത്യന്മാരും ഔത്തരാഹന്മാരും ആരാണ്? ദക്ഷിണാത്യന്മാർ എന്ന് പറഞ്ഞാൽ വിന്ധ്യന് തെക്കുള്ളവർ, ഔത്തരാഹന്മാർ എന്ന് പറഞ്ഞാൽ വിന്ധ്യന് വടക്കുള്ളവർ. വിന്ധ്യനാണ് അതിർത്തി. വിന്ധ്യന് തെക്ക് തന്ത്രാഗമങ്ങളുടെയും കർമ്മകാണ്ഡത്തിൻ്റെയും ദേശവും, വിന്ധ്യന് വടക്ക് ജ്ഞാനകാണ്ഡത്തിൻ്റെ ദേശവുമാണെന്നാണ്. അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്കൊക്കെ കയറി പൂജിക്കാം. കാശി ക്ഷേത്രത്തിലോ തിലഭാണ്ഡേശ്വര ക്ഷേത്രത്തിലോ ഒക്കെ നിങ്ങൾക്ക് കയറി പൂജിക്കാം, നിങ്ങൾക്ക് കയറി ദീപാരാധന നടത്താം, ഒന്നും കുഴപ്പമില്ല. വിന്ധ്യന് തെക്കത് സമ്മതമല്ല. അതുകൊണ്ട് വിന്ധ്യന് തെക്കും വടക്കുമാണ് ഈ അതിർത്തി. കൈലാസ ആശ്രമത്തിൻ്റെ പ്രാധാന്യം എന്താണ്? കേരളത്തിൽ എവിടെയാണ്? കേരളത്തിൽ അല്ലെങ്കിൽ എവിടെയാണ്? കേരളത്തിലല്ല കൈലാസാശ്രമം, ഋഷികേശിലാണ് കൈലാസാശ്രമം. കൈലാസാശ്രമത്തിലെ ഒരു ആചാര്യൻ ഇപ്പോൾ കേരളത്തിൽ ചട്ടമ്പി സ്വാമികളുടെ സമാധി എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിൽ അവിടെ ഒരു എടപ്പള്ളിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പന്മന എന്നൊരാശ്രമമുണ്ട്. സ്വാമികളുടെ സമാധി സ്ഥലമാണ്. അവിടെ ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സതീർത്ഥ്യൻ ഇപ്പോൾ വാഴൂർ ആശ്രമത്തിൽ, അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, വാഴൂർ ആശ്രമത്തിലുണ്ട്. അദ്ദേഹവും കൈലാസാശ്രമത്തിൻ്റെ ആചാര്യനായൊക്കെ ഇരുന്നയാളാണ്. അത് രണ്ടും കൈലാസാശ്രമമല്ല, ആശ്രമത്തിൻ്റെ പേര് പറയണം. അവിടെ വടക്കുള്ളത് കൈലാസാശ്രമമാണ്. ശങ്കരമഠങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും എന്ത്? ശങ്കരമഠങ്ങളാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഒരിക്കൽ നിയന്ത്രിച്ചിരുന്നത്. അതിനുള്ളവരാണവർ. ദണ്ഡ് അതിൻ്റെ ചിഹ്നമാണ്. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതിയൊക്കെ എടുത്ത് പഠിച്ചാൽ ഏകദണ്ഡി, ദ്വിദണ്ഡി, ത്രിദണ്ഡി എന്നൊക്കെ കാണാം. തങ്ങളുടെ അഹങ്കാരത്തെ ദണ്ഡിലേൽപ്പിച്ച്, യജ്ഞോപവീതത്തെ ദണ്ഡിൽ ചുറ്റി, ആ ദണ്ഡ് കൽപ്പന നടത്തുന്നു എന്ന് സങ്കല്പിച്ച് ദണ്ഡിൻ്റെ പ്രതിനിധിയായിരിക്കുന്നു ദണ്ഡികൾ. എന്തിന്? നീതിന്യായ വ്യവസ്ഥ നടത്താൻ. 3 ദണ്ഡങ്ങളാണുള്ളത്: മനോദണ്ഡം, കായദണ്ഡം, വാഗ്ദണ്ഡം. ഈ 3ഉം കടക്കുമ്പോഴാണ് ഏകദണ്ഡിയിലേക്ക് എത്തുന്നതും അതും ഉല്ലംഘിക്കുമ്പോഴാണ് പരമഹംസ സമ്പ്രദായം ഉണ്ടാകുന്നതെന്നുമൊക്കെയാണ് പഴയ രീതി. ഇപ്പോൾ ഇങ്ങനെയുള്ള സമ്പ്രദായമൊന്നും അതിൻ്റെ ശരിയായ രീതിയിലല്ല വളർന്നു വരുന്നത് എന്നുള്ളത് മറ്റൊരു വ്യത്യസ്തത. അപ്പോൾ ശങ്കരൻ പൗരാണിക കാലത്ത് സ്ഥാപിച്ച 4 മഠങ്ങൾ, 5 ചിലർ, 4 വിഭാഗങ്ങളായി ഭാരതത്തെ തിരിച്ച് നീതിന്യായ വ്യവസ്ഥയെ ചെയ്തിരുന്നവയാണ്. അതിനുള്ള തലമാണ് ഇവയുണ്ടാക്കിയിരുന്നതും. അവയിൽ വരുന്നതിന് ഒരുപാട് നിയമങ്ങളും ഒരുപാട് സാധനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ മാറി ഒരുപാട് സ്ഥാപനങ്ങളുമൊക്കെയായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മഠത്തിനും മഠാധിപതിക്കുമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു എന്ന് തൽക്കാലം പഠിച്ചാൽ മതി. ശങ്കര മഠത്തിൻ്റെ ചരിത്രത്തിന് ഒരുപാട് പഴക്കമുണ്ട്. ശങ്കരൻ്റെ കാലം മുതലാണെന്നാണ് പറയപ്പെടുന്നത്. അത് കാലടി ശങ്കരനാണോ, അതിനു മുമ്പോ പിമ്പോ ഉള്ള ശങ്കരന്മാരാരെങ്കിലുമാണോ? കാരണം ശങ്കരാചാര്യർ എന്നുള്ളതൊരു സ്ഥാനപ്പേരായതുകൊണ്ട് അതിനെക്കുറിച്ച് തർക്കങ്ങളും വിതർക്കങ്ങളുമുണ്ട്. കാഞ്ചി മഠവും ശങ്കരമഠത്തിൽപ്പെട്ടതാണെന്ന് വാദങ്ങളുണ്ട്. എന്നാൽ കാഞ്ചി ക്ലെയിം റെഫ്യൂട്ടഡ് എന്ന് പറഞ്ഞ് പ്രസിദ്ധമായൊരു പുസ്തകം ഒരു സ്വാമിജി തന്നെ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എടനീർമഠും ആ സമ്പ്രദായത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് പുതിയ വാദങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള നടുവിലെ മഠം, തെക്കേ മഠം, വടക്കേ മഠം തുടങ്ങിയ തൃശ്ശൂരുള്ള മഠങ്ങളും അതിനോട് ബന്ധപ്പെട്ട് വന്നവയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നവയാണ് അവയെല്ലാം. എന്തായാലും ശങ്കരൻ്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള മഠാംനായം എന്ന കൃതി ആധുനികമാണ്, പൗരാണികമല്ല.
അമൃതാനന്ദമയി അമ്മ സന്യാസിയല്ല എന്ന് പറഞ്ഞു. സന്യാസിയുമായി അമ്മയ്ക്കുള്ള വ്യത്യാസം ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ സന്യാസിയാണെന്നോ അല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നാണ് ചോദ്യമെങ്കിൽ, പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉത്തരം പറയുമ്പോൾ സ്വാമി പറഞ്ഞു എന്നല്ലോ എന്ന് സമ്മതിച്ചു എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം മറ്റൊരാളെക്കുറിച്ച് അവരാരാണ് എന്താണെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. അങ്ങനെയുള്ളൂ വങ്കത്വം ഞാൻ കാണിക്കുകയുമില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അവരോടാണ് ചോദിച്ചറിയേണ്ടത്. മറ്റൊരാൾ എന്താണെന്നറിയാൻ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എന്താണെന്നറിയാനുള്ള ശ്രമം കഴിഞ്ഞിട്ട് മതിയല്ലോ അത് അന്വേഷിക്കാൻ. ഇനി ഞാൻ എന്താണെന്ന് മനസ്സിലായാൽ പിന്നെ മറ്റൊന്നും മനസ്സിലാകാനില്ല താനും. അതുകൊണ്ട് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ് ഈ ചോദ്യം. ഈ ചോദ്യം ആരോ അവരുടെ സങ്കല്പം ചോദിച്ചതായിരിക്കുമെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കാം. അതുകൊണ്ട് ഏതായാലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ആര് സന്യാസിയാണ് ആര് സന്യാസിയല്ല എന്നൊക്കെ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. സന്യാസം 2 സമ്പ്രദായമുണ്ട്. ഒന്ന് വിവിധിഷ, ഒന്ന് വിദ്വത്ത്. വിവിധിഷ സന്യാസവും വിദ്വത് സന്യാസവും ഉണ്ട്. അതിൽ വിദ്വത് സന്യാസം എന്ന് പറയുന്നത് ഒരാൾക്ക് 2 സന്യാസ സമ്പ്രദായത്തെയും എടുത്താൽ ഒരാൾക്ക് സ്വയം ഞാൻ ആ അവസ്ഥയിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വയം സന്യാസിയാകാം. അതിന് ഗുരുവൊന്നും വേണമെന്നില്ല. ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ച് സ്വയം സന്യാസത്തെ സ്വീകരിക്കാം. ചടങ്ങുകളൊക്കെ സ്വയം ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് സാമ്പ്രദായിക മര്യാദയിൽ വേറൊരാൾക്ക് സന്യാസം കൊടുക്കാൻ അവകാശം സമ്പ്രദായങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതും വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. പിന്നെ മറ്റേ സന്യാസം ഒരു ഗുരു പരമ്പരയിലൂടെ വരുന്നതാണ്. ശങ്കരൻ്റെ അഭിപ്രായത്തിൽ അസമ്പ്രദായ വിത്ത് സർവശാസ്ത്രവിധ വിമൂർഖവദേവ ഉപേക്ഷണീയ എന്ന് ശങ്കരന് ഗീതാഭാഷ്യം 13-ാം അധ്യായത്തിൽ അഭിപ്രായമുണ്ട്. അതിലെ അസമ്പ്രദായ വിത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതൊന്നും അല്ല. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ പ്രയത്നിച്ച് മോക്ഷത്തെ നേടും, ഞാൻ ഈ ശരീരം, എൻ്റെ ശരീരം ക്ഷേത്രമാണ്, ഞാൻ ക്ഷേത്രജ്ഞനാണ്, ഇങ്ങനെയൊക്കെ ആരാണോ പഠിപ്പിക്കുന്നത് അവൻ ശ്രുതഹാനിയും അശ്രുതകൽപ്പനാം ച കുറുവൻ, ശ്രുതിക്ക് ഹാനി വരുത്തുകയും അശ്രുതമായതിനെ പറയുകയും ചെയ്യുന്നു. അവനെയാണ് അസമ്പ്രദായവിത്ത് എന്ന് പറയുന്നത്. ആ പഠിപ്പിക്കലിനെയാണ് അസമ്പ്രദായം എന്ന് പറയുന്നത്. അല്ലാതെ സാമ്പ്രദായികത എന്ന് പറയുന്നത് 50 പൈസയ്ക്ക് കിട്ടാവുന്നൊരു കാവ്യോ അല്ലെങ്കിൽ 25 പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു പാക്കറ്റ് കളറോ വാങ്ങിച്ച് ഒരു മുണ്ടിൽ മുക്കുന്നതോ അല്ലെങ്കിൽ കളറുള്ള ഒരെണ്ണം തൽക്കാലം മേടിച്ച് ഉടുക്കുന്നതോ കൊണ്ട് മാത്രമായില്ല. സാമ്പ്രദായിക മര്യാദകളുള്ള പഠനങ്ങളുണ്ട്. അവ എത്രത്തോളം ഈ പറഞ്ഞ അമ്മയ്ക്കുണ്ട് ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. ഒന്നാമത് ഞാൻ ആ അമ്മയെ കണ്ടിട്ടില്ല ഇതുവരെ, ഫോട്ടോയിലല്ലാതെ. സംസാരിച്ചിട്ടുമില്ല. കാണരുതെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അങ്ങനെയും തിരിതിരിക്കണ്ട. കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റായിട്ട് പറഞ്ഞതല്ല, കണ്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ചോദ്യകർത്താവ് അമ്മയാണോ ഇനി? ക്ലാസ് എടുത്തിട്ടുണ്ട്. 8 ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ സമയത്തായമ്മ ഫോറിനിലായിരുന്നു. ആ സമയത്താണ് അവിടെ ക്ലാസ് എടുത്തത്. 8 ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരും ഈ ചോദ്യം ചോദിച്ചിരുന്നു. അവരോട് പറഞ്ഞ മറുപടി നിങ്ങളോട് ആവർത്തിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഒന്ന്, അമ്മയെ കാണാൻ ഒരുപാട് ആളുകൾ, ആവശ്യമുള്ളവർ ഒരുപാട്. അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ കാര്യമായ ആവശ്യങ്ങളൊന്നും എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല. എന്തെങ്കിലും വന്നാൽ കാണുന്നതിനന്ന് മടിയൊന്നും ഉണ്ടാവില്ല. കാരണം ആവശ്യമില്ലാതെ ഒരാളെയും ചെന്ന് കണ്ട് അവരുടെ ആ മനസ്സിൻ്റെ തലങ്ങളെ അല്പനേരത്തേക്കെങ്കിലും നമുക്ക് വേണ്ടി തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. ഇപ്പോൾ അത്യാവശ്യങ്ങളൊന്നും തോന്നാത്തതുകൊണ്ട്. ഇനി ആവശ്യങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും പറയില്ല. ഇത് ജ്ഞാനിയായതുകൊണ്ട് ആവശ്യമില്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പം കാര്യമായ കാര്യങ്ങളൊന്നുമില്ല. ദുഃഖം എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ വല്ലതും വന്നാൽ ദുഃഖമൊക്കെ മാറുന്ന സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായും പോകേണ്ടതാണ്. ആചാര്യന്മാരിൽ നിന്ന് പഠിച്ച ശാസ്ത്രമൊക്കെ ഇപ്പോൾ വഴി കാണിക്കുന്ന നിലയ്ക്ക് എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ വരാവുന്ന ചോദ്യം അവർ ചോദിച്ച പോലെ, അമ്മ ജ്ഞാനിയാണോ, അമ്മ ജഗജ്ജനനിയാണോ, അത് ആണോന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയേക്കാൾ മുകളിൽ ഞാനാവും. അത് ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയും ആളുകൾ ആരാധിക്കുന്ന ഒരമ്മയെ
എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതോടെ അമ്മ താഴെയായി. അതൊരു മഹാപാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിനും ഞാൻ ഒരുക്കമല്ല. നിങ്ങളെന്നെ കൊണ്ട് നിർബന്ധിച്ചാലും ഒരു സർട്ടിഫിക്കറ്റ് സ്വാമി എഴുതി തരണം എന്ന മട്ടിൽ ഈ ചോദ്യം ചോദിച്ചാലും, ഇനി ഒരു പക്ഷേ അമ്മ തന്നെ പറഞ്ഞാലും അതിനൊരുക്കമല്ല. കാരണം അത് ശരിയായ വഴിയല്ല. കാരണം ഏതൊരാളാണോ മറ്റൊരാൾ അതാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, ആ കൊടുക്കുന്നവൻ്റെ അറിവിനുള്ളിലാണ് മറ്റേയാൾ. മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആരെങ്കിലുമൊക്കെ അമ്മയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയുമെങ്കിൽ അവരെയും കൂടെ അമ്മയ്ക്ക് മുകളിൽ വെച്ച് പൂജിക്കേണ്ടതുമാണ്. അത് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ആരുടെയും സർട്ടിഫിക്കറ്റിലല്ല ഒരാളിൻ്റെ വലിപ്പമെന്ന് മനസ്സിലാക്കുകയും, അതുകൊണ്ട് വലുതാകുന്നത് മറ്റൊരാൾ തരുന്ന സർട്ടിഫിക്കറ്റിലല്ല, അവനവൻ്റെ ശാന്തിയിലാണ്. ആ ശാന്തിക്ക് മാത്രമേ പരമപ്രാധാന്യം കൊടുക്കാം. ഇത്രയുമാണ് അതേക്കുറിച്ച് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. വാക്കുകൾ ഞാൻ സൂക്ഷിച്ചുപയോഗിക്കുന്നത് നിങ്ങളിൽ പലതരം ആളുകളായിരിക്കുന്നത്. എൻ്റെ വാക്കുകൾക്ക് നിങ്ങളുടെ അർത്ഥങ്ങൾ വ്യാഖ്യാനമായി ഉണ്ടാവും പുറത്തിറങ്ങുമ്പോൾ. അത് ഒരിക്കലും ഉണ്ടാവരുത് ഇത്തരം കാര്യങ്ങളിൽ എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുക കൂടിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ഔന്നത്യവും ആസ്വാദ്യമാണ്. യോഗശാസ്ത്രം അങ്ങനെ തന്നെ പറയുന്നുമുണ്ട്. മൈത്രി, കരുണ, മുദിത, ഈ ഗുണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാകൂ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ചോദ്യം അത് മതിയെന്ന് തോന്നുന്നു.